എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഷാങ്സ് ആളാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കുറിച്ചുള്ള ന്യൂസൊക്കെ കേട്ട് അങ്ങനെ ഷോക്ക് ആവുകയാണ്. ഷാങ്സിനാണെങ്കിൽ ലൂഫിയുടെ ചെറുപ്പം മുതലേ ലൂഫിയെ നന്നായിട്ട് അറിയാം. അവർ രണ്ടുപേരും നല്ല തിക് ഫ്രണ്ട്സ് ആയിട്ടാണ് വളർന്നത്. ലൂഫി അവന്റെ റോൾ മോഡലായിട്ട് കണ്ടിരുന്നത് ഷാങ്സിനെ ആയിരുന്നു. ഷാങ്സിനെ പോലെ ഒരു വലിയ പൈററ്റായി തീരുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഷാങ്സും ടീമും ഒരു ബാറിലിരുന്ന് വെള്ളം അടിക്കുകയാണ്. അതേസമയം മറ്റൊരു പൈററ്റ് ടീം അവിടേക്ക് വന്ന് ഷാങ്സിനെയും ടീമിനെയും കളിയാക്കും. പക്ഷെ ഷാങ്സിനാണെങ്കിൽ അതൊന്നും കേട്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. അവൻ അങ്ങനെ ഇരുന്ന് അവന് ഡ്രിങ്ക്സ് കംപ്ലീറ്റ് ചെയ്ത് അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. പക്ഷേ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ഒരു കാരണവശാലും അത് ക്ഷമിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഷാങ്സിനെ കുറിച്ച് ബാഡായിട്ട് പറഞ്ഞ ഇവനെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഷാങ്സിന്റെ കപ്പലിലുണ്ടായിരുന്ന ആ ഡെവൽ ഫ്രൂട്ട് അതെടുത്ത് കഴിക്കും. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ലൂഫി അന്ന് പൊടിക്കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അവർ സിമ്പിളായി ലൂഫിയെ പിടിച്ചു വലിച്ച് അച്ചറം പൊച്ചറം അടിച്ച് കടലിലേക്ക് തൂക്കിയെറിയും. അത് കണ്ട ഷാങ്സ് ആണെങ്കിൽ ആ വില്ലന്മാരെ തല്ലിക്കൊന്ന് ലൂഫിയെ രക്ഷിക്കാനായിട്ട് കടലിലേക്ക് എടുത്തു ചാടുകയാണ്. ഷാങ്സ് ഒരുപാട് കഷ്ടപ്പെട്ട് ലൂഫിയെ സേവ് ചെയ്യും. പക്ഷെ എന്താ ആളുടെ ഒരു കൈ അത് സീ മോൺസ്റ്റർ കടിച്ചു പറിച്ചെടുക്കുകയാണ്. അന്നു മുതൽ ലൂഫിക്കാണെങ്കിൽ ഷാങ്സിനോട് തീർത്താൽ തീരാത്ത കടപ്പാടും സ്നേഹവും ഒക്കെയാണ്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് ആദ്യത്തെ തറക്കല്ലിട്ട് കൊടുത്തത് ഷാങ്സ് ആണ്. ഷാങ്സ് അവന്റെ തൊപ്പി ലൂഫിക്ക് സമ്മാനമായിട്ട് കൊടുക്കും. ഇന്നല്ലെങ്കിൽ നാളെ നീ വലിയൊരു പൈററ്റായി വന്ന് എന്നോട് ഫൈറ്റ് ചെയ്യണം. ആ സമയം എനിക്ക് ഈ ക്യാപ്പ് അത് തിരികെ തരണമെന്ന് പറയും. ലൂഫിയുടെ ഉള്ളിലെ ഫയറിനെ അതിനെ അങ്ങനെ ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു ഫസ്റ്റത്തെ മൈൽ സ്റ്റോൺ അതാണ് അന്ന് ഷാങ്സ് കൊടുത്തത്. സോ ആ ഒരു മൈൽ സ്റ്റോൺ ലൂഫി ഇവിടം വരെ കൊണ്ടെത്തിച്ചു. അങ്ങനെ കാര്യങ്ങളെല്ലാം ഓർത്ത് ഷാങ്സ് അങ്ങനെ നിൽക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ കപ്പൽ കാണിക്കും. കപ്പലിലാണെങ്കിൽ കട്ട് ചെയ്താ ലൂഫി ജീവിച്ചു വന്ന ആ ഒരു ഗ്രാമത്തിലെ മേയർ ആളാണെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് വന്ന് ആളുടെ മകളെ കാണിക്കും. ലൂഫിയുടെ ഇപ്പോഴത്തെ പവറും സ്ട്രെങ്ത്തും ഒക്കെ കണ്ട് അവർ രണ്ടുപേരും ഷോക്കാവുകയാണ്. അതേസമയം ഇവിടെ കപ്പലില് ലൂഫി ഫുഡൊക്കെ കഴിച്ച സന്തോഷത്തില് തുള്ളിച്ചാടി നടക്കുമ്പോഴായിരിക്കും ഒരു ക്യാൻ അതങ്ങനെ അവന്റെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വീഴുക. ലൂഫി ആണെങ്കിൽ ആ ടിന്നെടുത്ത് അത് കാര്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യും. അതില് നമ്പർ 3 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ആ ടിന്ന് ചോപ്പറിന്റെ കയ്യിൽ കൊടുത്ത് അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ പറയും. ചോപ്പറും കൂലങ്കക്ഷമായിട്ട് അങ്ങനെ ചിന്തിച്ച് അതിനെ റിസർച്ച് ചെയ്ത് അവൻ കണ്ടെത്തും. ഇത് മറ്റൊന്നുമല്ല ജർമ്മ 66 ടീമിന്റെ കയ്യിലുണ്ടായിരുന്ന അതേ ട്രാൻസ്ഫർമേഷൻ സ്യൂട്ട്. ഓ മൈ ഗോഡ്, എന്നെ കൊണ്ട് ഇത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ട്രാൻസ്ഫർമേഷൻ നടത്താൻ പറ്റുമോ ടെക്നോളജിയുടെ സഹായത്താല് നമുക്കും? അത് കേട്ട് ലൂഫി ആണെങ്കിൽ ഷോക്കായിട്ട് അവനോട് ചോദിക്കും, ഇതുപയോഗിച്ച് നമുക്കും അവരെ പോലെ ട്രാൻസ്ഫർമേഷൻ നടത്താൻ പറ്റുമോ? ടെക്നോളജിയുടെ സഹായത്താൽ നമുക്കും കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുമോ? അതിന് ചോപ്പർ പറയും, തീർച്ചയായിട്ടും ഇതുപയോഗിച്ച് നമുക്കും അത് ചെയ്യാൻ കഴിയും. ആദ്യം ഞാൻ ട്രാൻസ്ഫോം ആവാം, അതിനുശേഷം നിനക്ക് തരാന്നൊക്കെ പറഞ്ഞ് അവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും സാഞ്ചി അവൻ അവിടേക്ക് വന്ന് ആ ടിന്ന് പിടിച്ചു വാങ്ങുക. ആക്ച്വലി അതിലുള്ള നമ്പർ 3 ആണ്. സാഞ്ചിക്കായി അവന്റെ ബ്രദേഴ്സ് റെഡിയാക്കിയ സ്യൂട്ടാണ്. സോ അവനത് കയ്യിലെടുത്ത് അങ്ങനെ ടെൻഷനായി. യു ഗായ്സ് ആർ അൺബിലീവബിൾ. ആരും ഇതിൽ തൊട്ടു പോകരുത്, ഇത് ഞാൻ കടലിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ് സാഞ്ചി അതുമായിട്ട് കടലിന്റെ അടുത്തേക്ക് പോകും. നമ്മുടെ ആശാന്മാരാണെങ്കിൽ അവന്റെ കാലിൽ വീണ് കെഞ്ചാണ്, പ്ലീസ് ദയവ് ചെയ്ത് അത് ഞങ്ങൾക്ക് താ, നമുക്ക് ടെക്നോളജിയുടെ സഹായമൊക്കെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അത് നീ വേസ്റ്റ് ആക്കരുത്. ആക്ച്വലി ഈ ടിൻ ഉണ്ടായിരുന്നത് നമ്മുടെ ലൂഫിയുടെ പോക്കറ്റിലാണ്. നീലത്തലയൻ നിച്ചി അവനാണ് ഈ ടിൻ ലൂഫിയുടെ പോക്കറ്റിൽ ഇട്ടത്. അതവര് അവരുടെ ബ്രദർ സാഞ്ചിക്ക് വേണ്ടി കൊടുത്ത ഒരു സമ്മാനമാണ്. പക്ഷേ സാഞ്ചിക്ക് അതിന്റെ ആവശ്യമില്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും ഇത് ഞാൻ ഉപയോഗിക്കുകയില്ല, നിങ്ങളെ കൊണ്ട് ഉപയോഗിക്കാൻ സമ്മതിക്കുകയില്ല. അതിന് ലൂഫിയും ചോപ്പറും ആണെങ്കിൽ, നിനക്ക് സയൻസിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ടെക്നോളജിയെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് നീ 2ാം ക്ലാസ് വരെയെങ്കിലും സ്കൂളിന്റെ പടി കയറിയിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് നിനക്കതിന്റെ വില അറിയാത്തത്. ഞങ്ങൾക്കതിന്റെ വില അറിയാം, അതുകൊണ്ട് അത് ഞങ്ങളെ ഏൽപ്പിക്കുക. നമ്മുടെ ചെക്കന്മാർക്കാണെങ്കിൽ ഫ്രാങ്കിയെ പോലെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ബീമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇനിയാണെങ്കിൽ ഈ തർക്കമൊക്കെ കേട്ട് അവിടേക്ക് വരും. ആര് പറഞ്ഞു ടെക്നോളജി സയൻസും ഒക്കെ വേസ്റ്റ് ആണെന്ന്? ശരിക്കും നല്ലതാണെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം സാഞ്ചി നേരെ പ്ലേറ്റ് തിരിച്ച് അവളെ സപ്പോർട്ട് ചെയ്ത് സ്യൂട്ട് ക്യാൻ ആണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നാമി ആണെങ്കിൽ അവളുടെ സ്റ്റിക്കിലൂടെ സൂയിസ് ബിഗ് മോമിന്റെ അസിസ്റ്റന്റ് വൈറ്റ് ക്ലൗഡ് അതിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഞാനാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്, ഇന്നു മുതൽ ഇതെന്റെ സർവന്റ് ആണെന്ന് പറയും. സാഞ്ചിക്കാണെങ്കിൽ അതിനെ ഒട്ടും ഇഷ്ടാവില്ല. സാഞ്ചി അതിനോട് തീർത്തു പറയും, ഒരു കാരണവശാലും നീ നാമിയുടെ അടുത്തേക്ക് പോവരുത്, എന്റേതാണ്, എന്റേത് മാത്രമാണ്. അതിനാ ക്ലൗഡ് ആണെങ്കിൽ അവനെ കളിയാക്കും, ഞാനാണ് നാമിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക. അവൾ ആ സ്റ്റിക്ക് അത് അവളുടെ മാറോട് ചേർത്ത് പിടിച്ച് എന്നെ എപ്പോഴും അവളുടെ കൂടെ തന്നെ നിർത്തുമെന്ന് പറയും. നിനക്കിത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ
എന്നോട് ഇങ്ങനെ സംസാരിക്കുകയും ചോദിച്ച് സാഞ്ചി ആണെങ്കിൽ ഇപ്പോൾ ആ മേഘോ ആയിട്ട് പൊരിഞ്ഞ വഴക്ക്. അതേസമയം ഇവിടെ ചോപ്പറും നമ്മുടെ ലൂഫിയും അവർ രണ്ടുപേരും പഠിച്ച പണി 18 ശ്രമിച്ചിട്ടും അവരെ കൊണ്ട് ആ ഒരു ക്യാൻ ഉപയോഗിച്ച് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനായിട്ട് കഴിയില്ല. അവർക്ക് മനസ്സിലാവും ജർമ്മ 66 ഈ ഒരു ക്യാൻ അത് സ്പെഷ്യലി നമ്മുടെ സാഞ്ചിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. സോ അവനെ കൊണ്ട് മാത്രമേ ഇതിന്റെ സഹായത്താൽ ട്രാൻസ്ഫോം ആവാൻ പറ്റൂ. സോ അവർ രണ്ടുപേരും ഇപ്പൊ അവന്റെ കാലിൽ വീണ് അവനോട് ബെഗ് ചെയ്യാണ്. ഒരേ ഒരു തവണ ഞങ്ങൾക്ക് നീ ട്രാൻസ്ഫോം ആവുന്നത് ഒന്ന് കാണണം. പക്ഷെ സാഞ്ചി ആണെങ്കിൽ തീർത്തു പറയും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ഇതുപയോഗിച്ച് ട്രാൻസ്ഫോം ആവില്ല. അങ്ങനെ അവർ പരസ്പരം തർക്കിക്കുമ്പോഴായിരിക്കും നമ്മുടെ ന്യൂസ് പേപ്പർ അവിടെ ഇട്ടിട്ട് പോവാ. ക്യാരറ്റ് ആണെങ്കിൽ ആ ന്യൂസ് പേപ്പറിൽ ലൂഫിയുടെ ഫോട്ടോ വന്നത് അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. ഉടനെ ലൂഫി അവനത് മൈൻഡ് ചെയ്യാതെ ജിംബയെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ അതിൽ പറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. അവളാണെങ്കിൽ ആ പേപ്പർ മുഴുവൻ അരിച്ചു പെറുക്കും. അതിൽ ജിംബയെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ന്യൂസും ഇല്ല. ഹോംസിനെ കുറിച്ചും ലൂഫിയെ കുറിച്ചും സാഞ്ചിയെ കുറിച്ചും അവർ മൂന്നുപേരും ബിഗ് മോമിനെ കൊല്ലാൻ ചേർന്ന് ബിഗ് മോമിനെ കൊല്ലാൻ ശ്രമിച്ച ആ ത്രില്ലർ സ്റ്റോറി അത് മാത്രമായിരിക്കും ആ ന്യൂസ് പേപ്പറിൽ ഉണ്ടാവുക. ഉടനെ 2 പോസ്റ്ററുകൾ താഴേക്ക് വീഴുകയാണ്. അതില് സാഞ്ചിയുടെ ബൗണ്ടി ഇപ്പോ 330 ബൗണ്ടി ആയിട്ടുണ്ടാവും. സോറോയുടേത് 320. സാഞ്ചിക്കാണെങ്കിൽ അത് കാണേണ്ട താമസം അവൻ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. യാഹൂ, സോറോയെ ഞാൻ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ എടുത്തു ചാടുകയാണ്. അതിനുശേഷം വീണ്ടും അവൻ അതിലേക്ക് നോക്കും. മറ്റുള്ളവരെ പോലെ തന്നെ ഡെത്ത് ഓർ അലൈവ് എന്നവന്റെ പോസ്റ്ററിൽ ചേഞ്ച് ആയിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അവൻ താഴേക്ക് വായിക്കുമ്പോഴായിരിക്കും എന്തോ ഒരു കാര്യം കണ്ട് അവനങ്ങനെ തകർന്ന് താഴെ ഇരിക്കുക. അത് മറ്റൊന്നുമല്ല, അവന്റെ പേര് അതില് വിൻസ്മോക്ക് സാഞ്ചി എന്നായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അവനൊട്ടും ഇഷ്ടമല്ല വിൻസ്മോക്ക് എന്ന പേരിൽ അറിയപ്പെടാൻ. അത് കേട്ട് നമ്മുടെ ലൂഫിയും പൊട്ടിക്കരയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ഫിഷ്മാൻ ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ആ റെവറി മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ ഫിഷ്മാൻ ഐലാൻഡിലുള്ള ജനങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇപ്പോ ഒരു ടെമ്പററി മീറ്റിംഗ് നടത്തുകയാണ്. ഉടനെ പ്രിൻസസ് ആണെങ്കിൽ അവളുടെ പപ്പ കിങ്ങിനോട് പറയും എനിക്കും ആ ഒരു വലിയ മീറ്റിംഗ് പങ്കെടുക്കാൻ നിങ്ങളോടൊപ്പം വരാൻ ആഗ്രഹമുണ്ട്. പിന്നെ കിങ് ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ ഓക്കെ പറഞ്ഞ് അവളെയും കൂടെ കൂട്ടുകയാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ഫിഷ്മാൻ ഐലാൻഡിലെ ജിംബൈ അവൻ ഇപ്പൊ ലൂഫിയുടെ ടീമിൽ ചേർന്നു. മാത്രമല്ല ബിഗ് മോമിനെ പോലും ലൂഫി വെല്ലുവിളിച്ച് ഫിഷ്മാൻ ഐലാൻഡിന്റെ പ്രൊട്ടക്ഷൻ അത് മുഴുവനായിട്ടും അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അവര് ഭയങ്കര സന്തോഷത്തില് യാത്ര പുറപ്പെടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഓരോരോ ഐലാൻഡുകളിലും ലൂഫിയുടെ ന്യൂസ് അത് കാട്ടുതീ പോലെ പരക്കും. ഇവിടെ പച്ചത്തലയനാണെങ്കിൽ അതൊക്കെ കേട്ട്, കാരണം ലൂഫിയ ടീമില് അവനും ഇപ്പൊ ഒരു മെമ്പറാണ്. ആണെങ്കിൽ ആ ന്യൂസ് കേട്ട് വിശ്വസിക്കാൻ കഴിയില്ല. 5th എംപറർ ആയിട്ട് നീ വരാൻ പോകുന്നെന്നോ, കാരണവശാലും ഞാൻ അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൻ പല്ല് കടിക്കും. അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ഷാങ്ക്സ് ആളാണെങ്കിൽ വീണ്ടും വീണ്ടും ആ ഒരു ന്യൂസൊക്കെ വായിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.